കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന്, സാംസ്കാരിക പാരമ്പര്യത്തിന് നിരക്കാത്ത നിലയിലുള്ള നടപടിക്രമങ്ങളാണ് സംസ്കാര സമ്പന്നമെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായത്. പിന്നെ മറ്റൊരു കാര്യം, തൊഴിലവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകത്തുണ്ടായത്? തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപപ്പെട്ട ആഗോളതലത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമെന്ന നിലയിൽ കേരളത്തിലും ഇന്ത്യയിലും നിലവിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുമ്പോൾ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നീതി ലഭിക്കാതെ പോകുന്നു, പലർക്കും തൊഴിലവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ആ തൊഴിലവകാശ നിഷേധത്തെ ചോദ്യം ചെയ്യാനോ നടപടി സ്വീകരിക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് കമ്മ്യൂണിസമാണ്, എന്ത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്, സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് സംസ്ഥാനത്ത് CPM-ൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് തുടരുന്നത്? ഈ കാര്യത്തെ സംബന്ധിച്ചൊക്കെയാണ് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ളവർ, ആനി രാജ വ്യക്തമായി നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് വന്നു. വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള CPM-ൻ്റെ നേതാക്കന്മാർ സ്ത്രീ നീതിക്ക് വേണ്ടി, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഡൽഹിയിൽ പാർലമെൻറ്റിന് മുമ്പിലും ഡൽഹിയിലുണ്ടായിട്ടുള്ള സംഭവങ്ങളിലുമൊക്കെ അതിശക്തമായി ചാടിയിറങ്ങി പ്രതികരിക്കുന്ന വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ളവർ നിലപാട് വ്യക്തമാക്കേണ്ടത് ഈ കാര്യത്തെ സംബന്ധിച്ചാണ്. എന്തുകൊണ്ട്, ആരെ സംരക്ഷിക്കാൻ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചുകൊണ്ട് ഇരകൾക്ക് നീതി ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു? അവസാനം വിവരാവകാശ കമ്മീഷനും സുപ്രീം കോടതിയും ഇടപെട്ടതിന് ശേഷമാണ് ഈ റിപ്പോർട്ടിൻ്റെ കേവല ഭാഗങ്ങളെങ്കിലും പ്രസിദ്ധീകരിക്കാൻ അല്ലെങ്കിൽ പുറത്തു വരാൻ ഇടയായത് എന്നുള്ളതും ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഒരു റിട്ടയർഡ് ജഡ്ജിൻ്റെ മുമ്പാകെ, ഒരു കമ്മിറ്റി മുമ്പാകെ ഇരകൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടും പ്രശ്നം വഷളാക്കുന്നതിന് സഹായകരമായി തീർന്നു. വളരെ വ്യക്തമല്ലേ, മന്ത്രിസഭയിൽ പോലും ആ കാര്യത്തെ സംബന്ധിച്ച് ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ഒരു ഇര ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ മുൻപാകെ, ഒരു കമ്മിറ്റിയുടെ മുമ്പാകെ കൊടുക്കുന്ന മൊഴി, ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞത് എന്ത് യുക്തിബോധത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്? മാത്രവുമല്ല, ഇനി കേസെടുക്കണമെന്നുണ്ടെങ്കിൽ ഇരകൾ വന്ന് പ്രത്യേകമായി മൊഴി കൊടുക്കണമെന്ന് പറയുന്നതും ഇരകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട്. എന്നിട്ടും ഇരകൾ മൊഴി കൊടുക്കാൻ തയ്യാറായി ഇപ്പോൾ ക്യൂ നിൽക്കുന്നു. ആകെ ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ പരിശോധിച്ചാൽ വേട്ടക്കാർക്കൊപ്പമാണ് CPM നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ്. സ്ത്രീ വിരുദ്ധത പ്രകടമായിട്ടുള്ളതാണ്. സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഇരകളെ കൂടുതൽ വേട്ടയാടാൻ അവസരമുണ്ടാക്കുന്ന നടപടികളാണ് തുടർന്നുണ്ടായത് എന്നുള്ളതും ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ മറ്റൊരു ആവശ്യം, ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനുള്ളത്, ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പവർ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേരും കുറ്റാരോപിതരായവരുടെ പേരും വെളിപ്പെടുത്താനുള്ള രാഷ്ട്രീയ ആർജവം സർക്കാർ കാണിക്കണം. റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുള്ള പവർ ഗ്രൂപ്പിൽപ്പെട്ട അംഗങ്ങൾ ആര്, കുറ്റാരോപിതരായി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളവരാര്, അതറിയാനുള്ള അവകാശം ഒരു ജനാധിപത്യ സമൂഹത്തിലെ ജനങ്ങൾക്കില്ലേ? ഇതേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സരിതയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ അടുത്ത നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ മേശപ്പുറത്ത് വെച്ചു റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യം പത്രസമ്മേളനം വിളിച്ചു ചേർത്താണ് ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായി ലൈംഗിക വൈകൃതവുമായി ബന്ധപ്പെട്ട പദപ്രയോഗം ചേർത്തുകൊണ്ട് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന ലൈംഗിക വൈകൃതത്തിൻ്റെ പേരെടുത്ത് ഉച്ചരിച്ചുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി ഉമ്മൻചാണ്ടിയെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിരോധിച്ചത്. എന്തേ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന റിപ്പോർട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ സഭയുടെ മേശപ്പുറത്ത് വെക്കുകയും ആ റിപ്പോർട്ടിന്മേൽ സ്വീകരിക്കുന്ന നടപടികളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം വിളിച്ച് ആ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട ലൈംഗിക വൈകൃതത്തിൻ്റെ വാക്കുച്ചരിക്കുകയും ചെയ്ത കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തുകൊണ്ട്
സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട ലൈംഗിക വൈകൃതങ്ങൾ, ഹീനകരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ഈ കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കുറ്റാരോപിതരുടെ പേര് പറയാനോ എന്ത് കുറ്റമാണ് അല്ലെങ്കിൽ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമൊന്ന് പറയാനോ തയ്യാറാകാതെ 4.5 വർഷക്കാലം പൂഴ്ത്തിവെച്ച സംസ്ഥാന സർക്കാരിന് എങ്ങനെയാണ് നീതിബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുക? ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഇനി എന്ത് നീതി, നിങ്ങളിപ്പോൾ നിയോഗിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് എന്ത് നീതി പ്രതീക്ഷിക്കാൻ കഴിയും? ഈ 4.5 വർഷക്കാലം കുറ്റാരോപിതരായിട്ടുള്ളവരെ സംരക്ഷിക്കാൻ വഴിവിട്ട എല്ലാ നടപടികളും സ്വീകരിച്ച് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് അവർക്ക് സംരക്ഷണ കവചമൊരുക്കി ഈ ഗവൺമെൻറ്റിന്, ആ ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്? ഇപ്പോഴും ഇരകൾ പെറ്റീഷൻ നൽകിയാലേ, ഹർജി നൽകിയാലേ കേസെടുക്കൂ എന്ന നിലപാടിലാണ് സർക്കാർ ഇപ്പോഴും.